വീണ്ടും ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുകയാണ് നമ്മളുടെ സംസ്ഥാനം. അതിൽ ഏറ്റവും പ്രധാനമായി അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന തരത്തിലേക്ക് എടുത്തു പറയേണ്ടത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒരു ജില്ലാ ആശുപത്രിയിൽ ഇതാദ്യമായാണ് ശസ്ത്രക്രിയ നടക്കുന്നത്. കൊച്ചിയിലേക്ക് ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള എയർ ആംബുലൻസ് പുറപ്പെടുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി മനീഷ് മഹിപാൽ. ഹൃദയം പുറപ്പെട്ടിട്ടില്ല, അല്പസമയത്തിനകം പുറപ്പെടുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മനീഷ്, എപ്പോഴാകും ഈ എയർ ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെടുക? ഏറ്റവും പുതിയ വിവരങ്ങൾ. അനുജ, ശസ്ത്രക്രിയ തുടങ്ങിയിട്ടുണ്ട്. ശസ്ത്രക്രിയ പൂർത്തിയായാലായിരിക്കും ഹൃദയവുമായി വഹിച്ചുകൊണ്ടുള്ള ഈ എയർ ആംബുലൻസ് ഇവിടെ നിന്നും പുറപ്പെടുക. നിലവിൽ ഈ എയർ ആംബുലൻസ് പുറപ്പെടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം തന്നെ ഇവിടെ സജ്ജമാണ് എന്നാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അതോറിറ്റി അറിയിക്കുന്നത്. ഇനി ഹൃദയം ഇങ്ങോട്ടേക്ക് എത്തണം എന്നുള്ള കാര്യം മാത്രമാണുള്ളത്. ഏകദേശം കുറച്ച് മീറ്റർ, അതായത് 100-200 മീറ്റർ മാത്രമാണ് ഈ ഗ്രൗണ്ടിൽ നിന്ന്, മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തുന്ന സ്ഥലത്തേക്കുള്ള ദൂരം മാത്രം. അതുകൊണ്ട് തന്നെ നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ്. ഏകദേശം 45 മിനിറ്റ് മുതൽ 55 മിനിറ്റ് വരെ, അതായത് ഏറ്റവും മിനിമം 45 മിനിറ്റ് സമയം വേണം, പരമാവധി 55 മിനിറ്റ് കൊണ്ടായിരിക്കും ഈ എയർ ആംബുലൻസ് എറണാകുളത്തേക്ക് എത്തുക. ഇത് ആ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ നിലവിൽ റെഡിയാക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിൽ ഇവിടെ നിന്നും 5 കിലോമീറ്റർ ദൂരെയുള്ള അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിച്ച് റോഡ് മാർഗം എത്തിച്ച് അവിടെ നിന്നും എയർ ലിഫ്റ്റ് ചെയ്യാനാണ് ആദ്യം തീരുമാനിച്ചത്. അങ്ങനെ 11 മണിയോടുകൂടി എയർ ലിഫ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി 10 മണിക്ക് ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ റോഡ് മുഖാന്തരം പോകേണ്ടെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇവിടെ മീറ്ററുകൾക്കുള്ളിൽ തന്നെയുള്ള ഗ്രൗണ്ട് ഇതിനുവേണ്ടി സജ്ജമാക്കിയിട്ടുള്ളത്. ഇതിനു വേണ്ടിയുള്ള എല്ലാ ക്ലിയറൻസും ഇപ്പോൾ ഇവിടെ നിന്നും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തി ഗ്രൗണ്ട് പരിശോധിച്ചാണ് ഇവിടെ ഹെലികോപ്റ്റർ അല്പനിമിഷങ്ങൾക്ക് മുൻപ് എത്തിയത്. ഒരു സ്വകാര്യ ഹെലികോപ്റ്ററാണ് ഇതിനുവേണ്ടി വരുന്നത്. അതിന്റെ ഹെലികോപ്റ്ററിന് ഇടതുവശത്തുകൂടിയായിരിക്കും കയറ്റുക. അതായത് ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്തിന് ഇടതുവശം, ഈ ഹെലികോപ്റ്ററിന് ഇടതുവശത്തെ ഡോറിൽ കൂടെ ആയിരിക്കും ഈ ഹൃദയം മറ്റു വെർട്ടിക്കൽ ശസ്ത്രക്രിയയുടെ ഭാഗമായി ഹൃദയം കൊണ്ടുപോകുന്ന ഡോക്ടർമാർ എത്തുക. 3 പേരുണ്ടാകും. അതായത് പ്രധാനപ്പെട്ട ഒരു ഡോക്ടർക്കൊപ്പം 2 ഡോക്ടർമാർ അകമ്പടിയെ ഉണ്ടാകും. പിന്നീട് ഈ ഹെലികോപ്റ്ററിന്റെ ആളുകളായിരിക്കും കൂടെ ഉണ്ടാവുക. അങ്ങനെ ഇവിടെ നിന്ന് പുറപ്പെട്ടാൽ ഏകദേശം 1 മണിക്ക് മുൻപ് തന്നെ പുറപ്പെടേണ്ടതുണ്ട്. കാരണം 2 മണിക്ക് മുൻപേ അവിടേക്ക് എത്തിക്കണമെന്നൊരു നിർദ്ദേശമുണ്ട്. 1 മണിക്ക് പുറപ്പെട്ടാൽ 45 മിനിറ്റ് പരമാവധി ഉണ്ടെങ്കിൽ 1:45 അത് എറണാകുളത്ത് എത്തിച്ച് അവിടെ നിന്ന് റോഡ് മാർഗം ആശുപത്രിയിലേക്ക് 2 മണിക്ക് മുൻപേ തന്നെ എത്തിക്കാം. 1 മണിക്ക് പൂർത്തിയാകാൻ തരത്തിലേക്ക് ഇപ്പോൾ ശസ്ത്രക്രിയ ഏകദേശം 12 മണിയോടുകൂടിയാണ് ശസ്ത്രക്രിയ ആരംഭിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അല്ല ഉള്ളത്. കാരണം അദ്ദേഹത്തിന് മറ്റ് 6 അവയവങ്ങൾ കൂടി ദാനം ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുമോ, അല്ലെങ്കിൽ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അത് മാത്രം പൂർത്തിയാക്കി ഇപ്പോൾ ഇതാ ഈ എയർ ആംബുലൻസ് വഴി അങ്ങോട്ടേക്ക് ലിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണോ പുരോഗമിക്കുന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്താണെങ്കിലും ഇതിന്റെ ക്ലിയറൻസ് എല്ലാം പൂർത്തിയായി. എയർ ആംബുലൻസ് പൂർണ്ണമായി സജ്ജമാണ്. അവയവം ഇങ്ങോട്ടേക്ക് എത്തേണ്ടത് ഒരു സമയത്തിന്റെ ഒരു താമസം മാത്രമാണ് നിലവിൽ നേരിടുന്നത്. എന്താണെങ്കിലും ചരിത്ര നിമിഷം കൂടിയാണ്. 3 പ്രധാനപ്പെട്ട പ്രത്യേകതകളുണ്ട്. ഈ വർഷത്തെ 24ാമത്തെ ഒരു അവയവ ദാനമാണ്. ഒപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിന് ശേഷം, അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ പിന്നീട് ഒരു ജില്ലാതല ആശുപത്രി, കോട്ടയം മെഡിക്കൽ കോളേജ് ഒരു സംസ്ഥാന അല്ലെങ്കിൽ മെഡിക്കൽ കോളേജാണ്, അതല്ലാതെ ഒരു ജില്ലാതല ആശുപത്രിയിൽ നടക്കുന്ന ആദ്യ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന ചരിത്ര മുഹൂർത്തമാണ്. അങ്ങനെ ഒരു ശസ്ത്രക്രിയ നടത്തുമ്പോൾ ആ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഹൃദയം എത്തുന്നത് അത് തലസ്ഥാന നഗരിയിൽ നിന്നും 2 ജില്ലകൾ താണ്ടി എയർലിഫ്റ്റ് ചെയ്ത് എറണാകുളത്തേക്ക് എത്തുന്നു എന്ന മറ്റൊരു പ്രത്യേകത. അങ്ങനെ 7 അവയവങ്ങൾ, അദ്ദേഹത്തിന്റെ നേത്രപടലങ്ങൾ, അദ്ദേഹത്തിന്റെ ചർമ്മം, ഹൃദയം, വൃക്കകൾ, കരളടക്കം ദാനം ചെയ്യുന്നു വിവിധ ആശുപത്രിയിലേക്ക്. അങ്ങനെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ അവയവങ്ങൾ കൊണ്ട് പുതുജീവനിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഷിബു ആണ് ഈ അവയവദാനം നടത്തുന്നത്. എന്നാൽ അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് വാഹന അപകടത്തിലൂടെയായിരുന്നു. വാഹന അപകടത്തിന് ശേഷം ഈ രീതിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഷിബുവിന്റെ ബന്ധുക്കൾ ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അനുമതി, അല്ലെങ്കിൽ അതിന്റെ കാര്യത്തിൽ അനുമതി നൽകി അത്തരം കാര്യങ്ങൾ സമ്മതിച്ചു. അതിന്റെ ശേഷമാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് നടന്നത്. എന്തായാലും ദ്രുതഗതിയിലുള്ള, വളരെ വേഗത്തിലുള്ള തീരുമാനങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അനുജ, അതാണ് അല്പസമയത്തിനകം തന്നെ ആ ഹൃദയം എയർ ആംബുലൻസിന്റെ അടുത്തേക്ക് എത്തിക്കും. ഉടൻ തന്നെ എയർ ആംബുലൻസ് എറണാകുളത്തേക്ക് പുറപ്പെടും എന്നതാണ്. ചില അവസാന ഘട്ട നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ അവയവങ്ങൾ വേർപെടുത്തുന്ന ശസ്ത്രക്രിയ അത് മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലാണ് ഇപ്പോൾ എയർ ആംബുലൻസ് കിടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.